ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഴ്സിസ് വേൾഡ്. ഞാനിന്ന് നിങ്ങളെ പുതിയ ഒരു വീഡിയോയിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതായത് 9 തലമുറയിലത്തെ പൂച്ചകളെയും അവരുടെ കുട്ടികളെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആയിരിക്കുന്ന പൂച്ചയും ആ മൂളി പഠിച്ചറിഞ്ഞ 2 കുട്ടികളും 8ാം തലമുറയിലത്തെ കുട്ടികളാണ്. ആ മരത്തിലിരിക്കുന്ന 2 പൂച്ചകളിൽ ഒരു പൂച്ച ഇപ്പോഴത്തെ കുട്ടികളുടെ അമ്മയുടെ അമ്മയും അമ്മുമ്മയാണ്. അപ്പം ഇവിടെ തന്നെ 4 തലമുറ ഈട്ടാ. 1 2 3 4 തലമുറ. ഇവിടെ തന്നെ 4 തലമുറ. ഇവിടെ 5 6 7 8ാമത്തെ തലമുറ. അപ്പോൾ അവിടെ 8ാം തലമുറ, 7ാം തലമുറ, 6ാം തലമുറ, 5ാം തലമുറ, അങ്ങനെ 4 തലമുറകൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് 1 2 3 4 തലമുറകൾ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 8ാം തലമുറയിലത്തെ അമ്മയും കുഞ്ഞുങ്ങളും കേട്ടോ. ഒരു കുട്ടിയും കൂടി ഉണ്ട്, അതങ്ങോട്ട് എവിടെയും മറിഞ്ഞിരിക്കുകയാണ്. പറഞ്ഞില്ലല്ലോ മറ്റത്. ഇതാണ് 1ാമത്തെ തലമുറ, ആദ്യത്തെ പൂച്ചയാണിത്. അതിനുശേഷം അതേ കളറുള്ള മറ്റൊരു പൂച്ച അപ്പുറത്ത് നിൽക്കുന്നത് അത് 2ാമത്തെ തലമുറ. അതിൻ്റെ കൂടെ നടക്കുന്നത് 3ാമത്തെ തലമുറ. അപ്പം മീൻ കൊണ്ടുവരും, അപ്പം എല്ലാം വരും. മീനിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് നന്നാക്കാൻ വരുമ്പോൾ എല്ലാം വരും. മീൻ മേടിച്ചാൽ ഇവിടെ എല്ലാ തലമുറക്കാരും ഓടിയെത്തും. അതിൽ ഒരു തലമുറ മാത്രം പെട്ടെന്നൊന്നും വരില്ല, കുറെ കഴിഞ്ഞിട്ട് എത്തുള്ളൂ. അങ്ങനെയാണ്. ഇതാണ് 4ാം തലമുറയിലത്തെ പൂച്ച. ആ പോകുന്നതാണ് 4ാം തലമുറയിലത്തെ പൂച്ച. 5ാം തലമുറയിലത്തെ പൂച്ചയാണ് ആ വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാലറിയാം, ഒരേപോലത്തെ ഒരു 4 പൂച്ചയുണ്ട്. ഇതിപ്പോൾ 1 2, നേരത്തെ കണ്ട കുട്ടികളുള്ള പൂച്ച 1 3, പിന്നെ വേറൊരു പൂച്ചകളുണ്ട്. 4 പൂച്ചകളുണ്ട് ഒരേപോലത്തെ. ഇതൊക്കെ ഓരോരുത്തരായിട്ട് ഓരോ തലമുറയിൽപ്പെട്ടവരാണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ ഉള്ളതിലത്തെ ഏറ്റവും കുഞ്ഞിപ്പൂച്ച. ഇതിപ്പോൾ 9ാമത്തെ തലമുറയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ തള്ളപ്പൂച്ചനെ ഇപ്പോൾ ഇവിടെ കാണാനില്ല, ഇപ്പോൾ വരും, കുറച്ച് കഴിയുമ്പോഴേക്കും വരും. ഇതേ കളർ തന്നെയാണ് ഈ പൂച്ചയുടെ തള്ളപ്പൂച്ചയും. അപ്പം ഇതിപ്പോൾ 9ാമത്തെ തലമുറ. ഓക്കെ, ആ കയറി പോണ പൂച്ചയാണ് 1ാം തലമുറയിലത്തെ പൂച്ച. ആ കറുത്ത പൂച്ച 1ാം തലമുറയിലത്തെ പൂച്ച കേട്ടോ. ഇനി ആ ഇരിക്കുന്ന പൂച്ച 2ാം തലമുറയിലത്തെ പൂച്ച.
രണ്ടാം തലമുറയിലത്തെ പൂച്ചയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നീളത്തിലാണ് ആ പൂച്ചയുടെ വാല്. അത് നിങ്ങൾക്ക് കണ്ടറിയാം, നല്ല നീളമാണ് ആ പൂച്ചയ്ക്ക്. ആ പൂച്ചയുടെ വാലിന് നല്ല നീളമാണ്. ഒന്നാം തലമുറയിലത്തെ പൂച്ചയും 9ാം തലമുറയിലത്തെ പൂച്ചക്കുഞ്ഞാണ് ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്നതിൽ ഒരെണ്ണം 2ാമത്തെയും ഒരെണ്ണം 3ാമത്തെയും തലമുറയിലത്തതാണ്. ഈ ഇരിക്കണ ആ പൂച്ചക്കുട്ടി ഉണ്ടല്ലോ, ഇത് 9ാം തലമുറയിലത്തെ പൂച്ചക്കുട്ടിയാണത്. അതിൻ്റെ തള്ളപ്പൂച്ച അവിടെ ഒരു തെങ്ങിൻ്റെ കുറ്റിയും ഇരിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ കുട്ടിപ്പൂച്ചയുടെ തള്ളയാണ് ആ തെങ്ങൻ തടിയുമ്പോൾ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക തരം പൂച്ചകളെ കാണിച്ചു തരാം. അതായത് ഇത് നമ്മുടെ 4ാം തലമുറയിൽപ്പെട്ട പൂച്ചകളാണ്. ഈ പൂച്ചകൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 കുട്ടികളാണ് ആ തള്ളപ്പൂച്ചയ്ക്കുള്ളത്. 4ാം തലമുറയിലത്തെ ആ പൂച്ചയ്ക്ക് 2 കുട്ടികളാണ്. ഈ 2 പൂച്ചക്കുട്ടികൾക്കും വാലില്ലാത്ത പൂച്ചകളാണ് അവർ 2 പേരും. അത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. ഈ പൂച്ചകളെ മാങ്സ് കാറ്റ് എന്നാണ് പറയണത്. അതായത് ഒരു പ്രത്യേക തരം ബ്രീഡാണത് എന്നാണ് പറയണത്. ഇത് കുറേ നാൾ കുട്ടികളില്ലാണ്ടിരുന്നിരുന്ന ഒരു പൂച്ചയാണ്. ആ പൂച്ചകൾക്ക് ഇപ്പം ഉണ്ടായ പൂച്ചക്കുട്ടികളാണത്. അപ്പം മാങ്സ് കാറ്റ് എന്നങ്ങനെ ഇവരെ പറയാം, മാങ്സ് കാറ്റ് എന്നാണ്. ഒരു പ്രത്യേക തരം ബ്രീഡാണെന്നാണ് പറയണത് ആ പൂച്ചകൾ. അപ്പോൾ അങ്ങനെ ആ തലമുറേനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഈ വീഡിയോ എടുത്തത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ പൂച്ചക്കുട്ടികളെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. ഓക്കെ. അപ്പം ഞാൻ നിങ്ങൾക്ക് 9 തലമുറയിലത്തെ പൂച്ചകളെയും കാണിച്ചു തന്നു കേട്ടോ. ഏറ്റവും ചെറിയ 9ാം തലമുറയിലത്തെ കുട്ടിയെ കാണിച്ചു തന്നു. അപ്പം ഞാനിത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഈ പുതിയ തരം പൂച്ചകൾ, അതായത് വാലില്ലാത്ത പൂച്ചകൾ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.